ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. ടി വി എത്ര അകലത്തിലിരുന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ടി വി ഉണ്ട്. 20 ഇഞ്ചിൻ്റെ, 30 ഇഞ്ചിൻ്റെ, 40, 50 അങ്ങനെ പോകും. ഓരോരുത്തരുടെ ശേഷി അനുസരിച്ചുണ്ട്. പക്ഷെ നമ്മൾ എന്ത് അകലത്തിലിരുന്ന് കണ്ടാലാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ടി വി കാണാൻ കഴിയുക. സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിന് കുഴപ്പമില്ലാത്ത വിധത്തിൽ നമുക്ക് പിന്നീട് ബാധിക്കാത്ത വിധത്തിലുള്ള ഡിസ്റ്റൻസ്. അത് ടി വിയുടെ ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റിൻ്റെ 3 ഇരട്ടി അകലം. ഉദാഹരണത്തിന് 20 ഇഞ്ചിൻ്റെ ഒരു ടി വി ആണെന്ന് കൂട്ടുക. 20 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 60 ഇഞ്ച് വരും. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 60 ഇഞ്ച് അകലത്തിലെങ്കിലും നമ്മൾ ഇരിക്കണം. അതാണ്. 40 ഇഞ്ചിൻ്റെ ടി വി ആണെങ്കിൽ 3 12 120 ഇഞ്ച് അകലത്തിൽ ഇരിക്കണം. ഏറ്റവും കുറഞ്ഞ അകലമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? ഇപ്പോഴുള്ള ടി വികളെല്ലാം LED ടി വി അല്ലേ? LED ടി വി ഉണ്ട്, പിന്നീട് OLED ടി വി ഉണ്ട്, അതുകൂടാതെ തന്നെ QLED ടി വി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ദിവസം ചെല്ലുന്ന ഒരു ടി വികൾ ഇങ്ങനെ പല വിധത്തിലുള്ള ഡിസ്പ്ലേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ LED ആണെങ്കിലും QLED ആണെങ്കിലും എന്താണെങ്കിലും അതിൽ നിന്നെല്ലാം ലൈറ്റ് എമൽഷൻ ഉണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 120 ഹെർട്സ് മുതൽ 240 ഹെർട്സ് വരെയാണ് ലൈറ്റ് എമൽഷൻ വരുന്നത്. നമുക്കറിയാം, ടി വി ഓൺ ചെയ്യുമ്പോൾ നല്ല വെട്ടമാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ മതിയായ ഒരു അകലത്തിലല്ല ഇരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. അതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരു ഇക്വേഷൻ അനുസരിച്ച് ഡിസ്റ്റൻസിൽ ഇരിക്കുക. എന്നാൽ ടി വി ഒരു വാർത്താവിനിമയ സംവിധാനമായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്ക് വാർത്ത എഴുതാൻ പല ആവശ്യങ്ങൾക്കും ടി വി വേണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? പ്രിക്കോഷൻ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിക്കുന്ന ടി വി ഏതാണല്ലോ അതിനകത്ത് ഏറ്റവും അധികം വരുന്നത് ബ്ലൂ ലൈറ്റാണ്. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റാണ് ഏറ്റവും അധികം നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയിൽ നിന്ന് വരുന്ന ഈ റേസ് നമുക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് നമുക്ക് ബാധിക്കുന്ന വിധം, ഒന്ന് നമ്മൾ തുടർച്ചയായിട്ട് അങ്ങനെ ടി വി കാണുന്ന ശീലം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കാഴ്ച അത് സാരമായിട്ട് ബാധിക്കും. പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കണ്ണാടി വെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കും അത്. പിന്നെ ഒന്ന് സ്ഥിരമായ തലവേദനയിലേക്ക് നയിച്ചേക്കാം. പിന്നെ നമ്മളുടെ ഉറക്കത്തിൻ്റെ താളം തെറ്റും. നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, അപ്പോൾ അത് താളം തെറ്റും. അപ്പോൾ പലപ്പോഴും നമുക്ക് സമയത്ത് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അനന്തരഫലങ്ങളാണ്. പിന്നെ ഭയങ്കരമായ ക്ഷീണവും അനുഭവപ്പെടും. അപ്പോൾ ഈ ഒരു സംഗതി തിരിച്ചറിയുന്നത് കൊണ്ടാണ് ബിഗ് സ്ക്രീൻ എന്ന് ഉദ്ദേശിച്ചത് സിനിമാ തിയേറ്റർ പോണക്കുള്ള സംവിധാനങ്ങളിൽ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 2.5 മണിക്കൂർ നമുക്ക് സിനിമ വാച്ച് ചെയ്താൽ, ഇൻ്റർവെൽ ഇല്ലാതെയാണ് സിനിമ ഓടിക്കുന്നതെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരാകും. കാരണം ഈ ലൈറ്റ് എമൽഷൻ കാരണം. അതുകൊണ്ടാണ് അവർ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ സിനിമ റണ്ണാക്കിയതിന് ശേഷം ഒരു ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഇതിലേക്ക് മാറുന്നതിൻ്റെ കാരണം അതാണ്. അടുത്ത ഭാഗം പിന്നീട് ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് കൊടുക്കുന്നതിലൂടെ പിന്നീട് ശേഷിച്ച ഭാഗം കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആ ബ്രേക്കിനിടയ്ക്ക് നമ്മൾ അനേകം ആളുകൾ പോയി ചായ കുടിക്കാൻ പോകും, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ പോകും. അപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആകും. അപ്പോൾ അത് അവർക്കറിയാം, അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സിനിമാ തിയേറ്ററിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നതിൻ്റെ സംഗതി അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തിരിച്ചറിയേണ്ട സംഗതി, നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, നല്ലൊരു വാർത്താവിനിമയ സംവിധാനമാണല്ലോ അത്. അപ്പോൾ നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ കഴിയും. എന്ത് പ്രിക്കോഷൻ എടുക്കാൻ കഴിയും? നമുക്ക് സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രത്യേകം ഷീൽഡ് ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടി വിയുടെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ അത് തൂക്കിയിടുന്നത് ബ്ലൂ ലൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മളെ കണ്ണിനെ കുറച്ചൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ ഉണ്ട്. പിന്നെ മറ്റൊരു സംഗതി, എല്ലാ ടി വിയിലും ഓട്ടോ ബ്രൈറ്റ്നെസ് സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടുക, നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ പോകണ്ട. കാരണം നമ്മളിരിക്കുന്ന ഡിസ്റ്റൻസും ലൈറ്റും എല്ലാം സെൻസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ ക്രമീകരിക്കാൻ ടി വിക്ക് തന്നെ കഴിയും.
അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡിലേക്ക് ചേഞ്ച് ചെയ്തിടുക എന്നുള്ളതാണ് അടുത്ത പ്രിക്കോഷനായിട്ട് ചെയ്യാൻ കഴിയുന്ന സംഗതി. അപ്പോൾ ഈ മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഈ 20-20-20 എന്ന് പറയുന്ന സംഗതി നമ്മൾ ബാധമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 20-20-20 എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ 20-20-20 എന്ന് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മാച്ചല്ല കേട്ടോ. 20 മിനിറ്റ് നമ്മൾ ടി വി കാണുന്നു, പിന്നീട് നമ്മളുടെ ദൃഷ്ടി ടി വിയുടെ സ്ക്രീനിൽ നിന്നും മാറ്റിയിട്ട് ഏകദേശം 20 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നോക്കുന്നു. 20 സെക്കൻഡ്, അതാണ് 20-20-20 എന്ന് പറയാൻ കാരണം. 20 മിനിറ്റ് ടി വി കാണുന്നു, പിന്നീട് 20 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ടി വിയിൽ നിന്ന് കണ്ണു പറിച്ചിട്ട് എങ്ങോട്ടെങ്കിലും നോക്കുന്നു. എത്ര സെക്കൻഡ്? 20 സെക്കൻഡ് എങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ബാധമാക്കിയാൽ തുടർച്ചയായിട്ടുള്ള ടി വി സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തെ നമുക്ക് കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യുബിളായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.